സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, അമേരിക്കൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്തൊരു പ്രൊജക്ട് വെച്ച് മനസ്സിലായ ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി 1500 വാക്കുകൾ മതി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ 1500 വാക്ക് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ എഫ് ഉപയോഗിച്ചുള്ള 40 വാക്കുകളാണ് കാണുന്നത്. എഫ് ഉപയോഗിച്ച് നമുക്ക് മൊത്തത്തിൽ 75 വാക്കുകൾ മതി. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ സൗജന്യമായിട്ട് പൂർണ്ണമായിട്ട് ഈ 1500 വാക്കുകളുടെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അത് സൗജന്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വാക്കുകൾ എന്നുള്ളത്. ഫേസ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് മുഖം എന്നുള്ളൊരു അർത്ഥമുണ്ട്, നേരിടുക അല്ലെങ്കിൽ അഭിമുഖീകരിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പോൾ നേരിടുക, അഭിമുഖീകരിക്കുക എന്നുള്ളതിന്റെ V1, V2, V3. Faced. I faced so many problems in the early years of my student life. Okay, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഷീ ഹാസ് എ പ്രിറ്റി ഫേസ്. ഓക്കെ, അവൾക്ക് ഒരു നല്ല സുന്ദരമായിട്ടുള്ളൊരു മുഖമുണ്ട് എന്നാണ്. അവിടെ ആ ഫേസ് മുഖമാണ് അല്ലേ. ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക, ഷീ ഹാസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ ഷീ ഹാസ് എന്ന് പറയാം. പക്ഷേ ഷീ ഈസ് ഹാവിങ് എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഉടമസ്ഥത അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് നമ്മൾ ഉപയോഗിക്കും. അതിനകത്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറില്ല. ഇപ്പൊ ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു അർത്ഥമാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഹി ഈസ് ഹാവിങ് ഹിസ് മീൽ. ഓക്കെ, ഹി ഈസ് ഹാവിങ് ഹിസ് മീൽ. അവൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, മീൽ എന്നുള്ളതിന് നമുക്ക് ഭക്ഷണം എന്നുള്ളൊരു അർത്ഥമാണ്. അവിടെ മാത്രമേ നമ്മൾ ING ഉപയോഗിക്കത്തുള്ളൂ. ഫാക്ട്, കൃത്യമായ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഫാക്ട് എന്ന് പറയുന്നത്. They needed to get the facts before they made the deal. അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തിന് മുമ്പ് ഒരു ഡീൽ ഉണ്ടാക്കും. നമ്മളിപ്പോൾ കമ്പനി വിൽക്കുക, വാങ്ങുക, അങ്ങനത്തെ പല പല ഡീലുകളുണ്ട് അല്ലേ. അപ്പോൾ ഡീൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർക്ക് കൃത്യമായിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ ഫാക്ട്. എന്നെ വിശ്വസിക്കുക, അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ട്രസ്റ്റ് മീ എന്നുള്ളത് സാധാരണ ഇംഗ്ലീഷുകാർ സംസാരത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നത് ട്രസ്റ്റ് മീ, പറഞ്ഞ സത്യമാണ് അല്ലെങ്കിൽ ഇത് സത്യമാണെന്നുള്ളൊക്കെ അർത്ഥമാണ്. ഫാക്ടറി നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാക്ടറി തന്നെയാണ്. സുരാജ് വർക്ക്സ് ഇൻ എ പില്ലോ ഫാക്ടറി. ഒരു തള്ളവണ്ണ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് സുരാജ് എൻ്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്നത്. ഫെയിൽ, തോൽക്കുക. ഫെയിൽഡ് V1, V2, V3. ഹി ഫെയിൽഡ് ഇൻ ദ എക്സാമിനേഷൻ. ഓക്കെ, അവൻ എക്സാമിനേഷനിൽ പരാജയപ്പെട്ടു. ഫെയർ, നല്ല, ശരിയായിട്ടുള്ള, വെണ്മയായിട്ടുള്ള എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമുണ്ട്. ഇറ്റ്സ് നോട്ട് ഫെയർ ടു ഗിവ് ആൻ എക്സ്ട്രാ ബോണസ് ടു സം എംപ്ലോയീസ് ഇൻ ദ കമ്പനി. ഓക്കെ, ഇത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല. ചിലർക്ക് മാത്രം എക്സ്ട്രാ ബോണസ് കൊടുക്കുന്ന അല്ലെ, നമ്മുടെ കമ്പനിയിലൊക്കെ ബോണസ് ഉണ്ടല്ലോ. അപ്പോൾ ചിലർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ശരിയായിട്ടുള്ള ഒരു നടപടി അല്ല എന്നുള്ളത്, ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്. ദാറ്റ്സ് വൈ സെഡ് ഇറ്റ്സ് നോട്ട് ഫെയർ. ഓക്കെ, അത് ശരിയല്ല. He has a fair complexion. Okay, ഈ കോംപ്ലക്ഷൻ എന്നുള്ള സാധാരണ തൊലിയുടെ നിറത്തിനാണ് പറഞ്ഞത് അല്ലേ. അവന് ഇച്ചിരി വെളുത്തവരാണ് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഫോൾ, താഴേക്ക് പോകുക. ഫോൾ, ഫെൽ, ഫോളൻ. ശ്രദ്ധിക്കുക, എൻ്റെ V1, V2, V3. ബി കെയർഫുൾ, ഡോണ്ട് ഫോൾ. ഓക്കെ, ശ്രദ്ധിക്കുക, താഴെ വീഴരുത്. ഫോൾസ് എന്ന് പറഞ്ഞാൽ തെറ്റായ. ദി ഇൻഫർമേഷൻ വാസ് ഫോൾസ്. ആ ഇൻഫർമേഷൻ തെറ്റായിരുന്നു. ഫാമിലി, കുടുംബം. ഫാമിലി ഈസ് മൈ ഫസ്റ്റ് പ്രിഫറൻസ്. എൻ്റെ ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫാമിലിക്കാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ കണ്ട വാക്കൊക്കെ വളരെ സിമ്പിളാണ് അല്ലേ. അത് തന്നെ ഞാൻ പറഞ്ഞു, ഈ 1500 വാക്ക് നമ്മൾ പഠിച്ചാൽ മതി എന്നുള്ളത് സിമ്പിളാണില്ല. ഫേമസ്, പ്രശസ്തൻ അല്ലെങ്കിൽ പ്രശസ്ത എന്നുള്ള. ഹീസ് എ ഫേമസ് ഡോക്ടർ. ഓക്കെ, അതേ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഫാർ, ദൂരെ. The train station is too far from the petrol station. റെയിൽവേ സ്റ്റേഷൻ പെട്രോൾ സ്റ്റേഷനുമായിട്ട് കുറേ ദൂരെയാണ്. ടു ഫാർ, ഒരുപാട് ദൂരെ എന്നുള്ളതാണ്. അവിടെ ടു എന്നുള്ളതിന് TW2, ഒരുപാട് എന്നുള്ളൊരു അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. ഫാം, കൃഷിയിടം. I visited his farm yesterday. ഞാൻ ഇന്നലെ അവൻ്റെ കൃഷി സ്ഥലം വിസിറ്റ് ചെയ്തായിരുന്നു. ഫാസ്റ്റ്, വേഗത്തിൽ, പെട്ടെന്ന്.
The man ran as fast as he could to win the race. അവന് എത്ര മാത്രം വേഗത്തിൽ ഓടാൻ പറ്റുമോ അത്രമാത്രം വേഗത്തിൽ അവൻ ഓടി. As he could to win the race. എത്ര സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് അവിടെ അർത്ഥം ആ could വന്നിരിക്കുന്നത് അല്ലേ. ഫാറ്റ് തടിച്ച അല്ലെങ്കിൽ നെയ്യ് എന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലെ, കൊഴുപ്പ്. ഹീസ് എ ഫാറ്റ് പേഴ്സൺ. ഓക്കെ, അവൻ തടിച്ച ഒരു മനുഷ്യനാണ്. മട്ടൺ ഹാസ് ലോട്ട് ഓഫ് ഫാറ്റ്. മട്ടന്റെ അകത്ത് ഒരുപാട് ഫാറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാ ഇറച്ചി നമുക്കറിയാലോ അല്ലെ, ആട്ടിറച്ചിക്കാണ് മട്ടൺ എന്ന് പറയും. ഫാദർ, അച്ഛൻ. Children should listen to their father. ഓക്കെ, എന്താണ് കുട്ടികൾ അവരുടെ അച്ഛൻ പറയുന്നത് കേൾക്കുന്നത്. ഇവിടെ ഷുഡാണ് ഉപയോഗിച്ചത് അല്ലെ. ഷുഡും മസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടതാണ്. ഷുഡ് എന്നുള്ളൊരു അഡ്വൈസ് ആണ്, പക്ഷെ മസ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഷുഡും മസ്റ്റും ഉപയോഗിക്കുന്നത്. ഫിയർ, പേടി. നോ നീഡ് ടു ഫിയർ, ദിസ് ഈസ് എ കാം ഡോഗ്. ഓക്കെ, എന്താണ് അതൊരു ശാന്തമായിട്ടുള്ളൊരു പട്ടിയാണ്, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഫീഡ്, തീറ്റ കൊടുക്കുക അല്ലെങ്കിൽ തീറ്റ എന്നുള്ളൊരു അർത്ഥവും കൂടി ഉണ്ട് അതിന്. ഇനിയിപ്പോ സത്യ ഈ സ്വന്തമായിട്ട് വിളമ്പി കഴിക്കാൻ പറ്റാത്ത മൃഗങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്ന അതല്ലേ, കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാന്ന് പറയും. കാരണം എന്താണ്, അവർക്ക് വിളമ്പി കഴിക്കാൻ അറിയത്തില്ലോ അല്ലേ, അപ്പോഴവിടെയാണ് ഫീഡ് ഉപയോഗിക്കുന്നത്. ഫീഡ്, ഫെഡ്, ഫെഡ്. പ്ലീസ് ഫീഡ് ദ ഡോഗ്. ഓക്കെ, പട്ടിക്ക് ഇച്ചിരി തീറ്റ കൊടുക്കുക എന്നാണ് പറയുന്നത്. ഫീൽ, സ്പർശനം, വികാരം എന്നൊക്കെ അർത്ഥം. ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ്. I really feel sad about him. എനിക്ക് അവനെ പറ്റി ഓർത്ത് ഒരുപാട് വിഷമമുണ്ട്. ഫെൻസ്, വേലി. The cat climbed over the fence. ഓക്കെ, എന്താണ് വേലിക്ക് മുകളിലൂടെ പൂച്ച ചാടി എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഫെൻസ് ആണ് എന്താണ് ഈ വേലി അല്ലെങ്കിൽ വേലിക്കെട്ടിനൊക്കെ പറയുന്ന പേര് ഫെൻസ് എന്നാണ്. ഫെർട്ടൈൽ, പ്രത്യുൽപാദന ശേഷിയുള്ള അല്ലെങ്കിൽ ഫലഭൂഷ്ടമായ എന്നൊക്കെ നമ്മൾ പറയാം. ഫെർട്ടൈൽ ലാൻഡ്, ഫെർട്ടൈൽ സോയിൽ. ഫ്യൂ, ചുരുക്കം. There are a few pens in my bag. എൻ്റെ ബാഗിൽ കുറച്ച് പേനകൾ ഉണ്ട്. ഫീൽഡ്, കൃഷിക്ക് അല്ലെങ്കിൽ കളിക്കാനൊക്കെ ഉള്ള സ്ഥലത്തിനാണ് ഫീൽഡ് എന്ന് പറയുന്നത്. We used to play football on a large field. ഞങ്ങൾ യൂസ് ടു പ്ലേ. അപ്പൊ യൂസ് ടു നമ്മൾ പഠിച്ചാണ് അല്ലെ, ഞങ്ങൾ വലിയ ഒരു ഫീൽഡിലായിരുന്നു, ഞങ്ങൾ ഒരു സ്ഥലത്തായിരുന്നു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഹാബിറ്റ് ആയിരുന്നു അല്ലെ, ഇപ്പോഴങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് യൂസ് ടു ഉപയോഗിച്ചത്, നമ്മൾ കണ്ടതാണ് അല്ലെ. ഫൈറ്റ്, വഴക്ക് അല്ലെങ്കിൽ യുദ്ധം. ഫൈറ്റ്, ഫോർട്ട്, ഫോർട്ട്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആർ ഫൈറ്റിംഗ് ഫോർ സോ മെനി ഇയേഴ്സ്. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും വളരെ വർഷങ്ങളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴക്കാണ്, യുദ്ധമാണ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫിൽ, പൂരിപ്പിക്കുക, നിറയ്ക്കുക. ഫിൽ, ഫിൽഡ്, ഫിൽഡ്. പ്ലീസ് ഫിൽ ദിസ് ആപ്ലിക്കേഷൻ ആൻഡ് സബ്മിറ്റ് ടു ദ ഓഫീസ്. ഈ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുക. ഫിലിം, ഫിലിം എന്നുള്ളൊരു ചിത്രീകരണം അല്ലെങ്കിൽ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഫിലിം എന്നൊക്കെ അർത്ഥമുണ്ട്. ഈസ് എ ഗുഡ് ഫിലിം ഡയറക്ടർ. അദ്ദേഹം ഒരു നല്ല ചലച്ചിത്ര ഡയറക്ടറാണ്. ഫൈനൽ, അവസാനത്തെ. It was a final episode of the show. ആ ഷോയുടെ അവസാനത്തെ എപ്പിസോഡ് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോഴും ആ സീരിയലിന്റെ എന്നിങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ശ്രദ്ധിക്കുക, സോപ്പ് ഒപ്പേറ എന്നാണ് സാധാരണ ഈ ടെലി സീരിയൽ നമ്മൾ പറയുന്നതിന്റെ യഥാർത്ഥത്തിൽ പറയുന്നത് സോപ്പ് ഒപ്പേറ എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, അത് അവസാനിക്കുന്നില്ല അല്ലേ. ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫിനാൻഷ്യൽ. ദ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ കമ്പനി അല്ലെങ്കിൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സ്ഥാപനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫൈൻഡ്, തിരഞ്ഞ് കണ്ടെത്തുക. ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. V1, V2, V3. The jury found the man guilty of murder. ഓക്കെ, ജൂറി, ആ ജഡ്ജ് കണ്ടെത്തി എന്താണ്, അദ്ദേഹം ആ മനുഷ്യൻ കുറ്റക്കാരനാണ് കൊലപാതകത്തിന് എന്നുള്ളതാണ്. ഗിൽറ്റി ഓഫ് മർഡർ. ഫൈൻ, പിഴ. ദ പോലീസ്മാൻ ഗീവ് ഹെർ എ ഫൈൻ ഫോർ സ്പീഡിങ്. പോലീസ്മാന് അവർക്ക് ഒരു പിഴ കൊടുത്തല്ലേ. ശ്രദ്ധിക്കുക, ഫോർ സ്പീഡിങ് എന്നുള്ളത് അല്ലെങ്കിൽ ഓവർ സ്പീഡിങ് എന്ന് പറയാം. ഫോർ ക്രോസിങ് ദ സ്പീഡ് ലിമിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, പല രീതിയിൽ പറയാം. ഫിനിഷ്, തീർക്കുക, അവസാനിപ്പിക്കുക. ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. വി ഫിനിഷ് ദ പ്രൊജക്ട് ലാസ്റ്റ് ഫ്രൈഡേ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഫിനിഷ് ചെയ്തു. ഫയർ, തീ. ഇനി വെടിവെക്കുക എന്നുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. ഫയർ. ഹിസ് ഹൗസ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ.
അവന്റെ വീട് തീ പിടിച്ച് നശിച്ചു അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പാസീവ് വോയിസ് ആണ്. കാരണം എന്താണ്? ആ വീടിനാണ് പ്രാധാന്യം അല്ലെ. ആ വീട് തകർന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടതുമാണ് അല്ലെ. ഈ ഫയർഡ് അറ്റ് ദ തീഫ്, പിന്നെ കള്ളനെ വെടിവെച്ചു. ഫയർ വർക്ക്സ് വെടിമരുന്ന് പ്രയോഗം, ആഘോഷങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അല്ലെ നമ്മൾ ഫയർ വർക്ക്സ് ഉള്ളത്. ദ ഫയർ വർക്ക്സ് were really cool, we all liked it. അതാണ് വളരെ രസകരമായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതായിരുന്നു ഫയർ വർക്ക്സ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.